ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ക്ലാസ്സിലുള്ള തേർഡ് ചാപ്റ്ററായ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിലെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന ഒരു പോർഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത് ഏർലി അറ്റംപ്റ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. ആദ്യകാലങ്ങളിൽ നടന്ന എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതൊക്കെ അറ്റോമിക് മാസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ എന്നൊരു പോർഷനാണ്. ആ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകളും, അതായത് മെറിറ്റ്സ്, അതുപോലെ ഡീമെറിറ്റ്സ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മോഡേൺ പീരിയോഡിക് ടേബിൾ നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്ന സയൻറ്റിസ്റ്റാണ് ഹെൻറി മോസ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. മോസ്ലി പല എലമെൻസിൻ്റെയും പല എലമെൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേയുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ പരിശോധിച്ച് ഉണ്ടാക്കിയ ഒരു പുതിയ തരം പീരിയോഡിക് ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഒരു എലമെൻറ്റിനെ സംബന്ധിച്ച് കുറച്ചും കൂടി അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിസ് മെൻഡലിയേഫ് അല്ലെങ്കിൽ മറ്റേ ആളുകൾ പറഞ്ഞതുപോലെ അറ്റോമിക് മാസ് അല്ല, മറിച്ച് അതിൻ്റെ അറ്റോമിക് നമ്പറാണ് എന്ന് ഹെൻറി മോസ്ലി പറഞ്ഞു. അതായത് ഒരു എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ അറ്റോമിക് മാസിനേക്കാൾ അതിൻ്റെ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നർത്ഥം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു മോഡേൺ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തു. ആ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്, അതിൽ പ്രധാനമായും 2 പോയിന്റുകളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റിൽ അദ്ദേഹം പറഞ്ഞു, ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ദി പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ഒരു മൂലകത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫങ്ഷൻസ് ആയിരിക്കും, എന്തിൻ്റെ അല്ല, അറ്റോമിക് വെയ്റ്റിൻ്റെ അല്ല എന്ന് ഹെൻറി മോസ്ലി പറഞ്ഞു. അതാണ് ഒന്നാമത്തെ പോയിന്റ്, മോഡേൺ പീരിയോഡിക് ലോയിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇതാണ് 2 പോയിൻ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 പോയിന്റുകളെയുമാണ് നമ്മൾ സാധാരണയായി മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. അങ്ങനെയാ അദ്ദേഹത്തിൻ്റെ മോഡേൺ പീരിയോഡിക് ലോ വെച്ച് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പീരിയോഡിക് ടേബിളാണ് നമ്മളിപ്പോൾ റീസെൻ്റ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലും നമ്മളെ സിലബസിലും ഒക്കെ നമ്മൾ പഠിക്കുന്ന പീരിയോഡിക് ടേബിളിനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പീരിയോഡിക് ടേബിളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിലുള്ളതുപോലെ തന്നെ മോഡേൺ പീരിയോഡിക് ടേബിളിലും എന്തുണ്ട്, ദർ ആർ ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വേർട്ടിക്കൽ കോളംസ്. തിരശ്ചീനമായ നിരകളും കുത്തനെയുള്ള കോളങ്ങളും അടങ്ങിയതാണ് മോഡേൺ പീരിയോഡിക് ടേബിളും. ഏതുപോലെ തന്നെ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിൾ പോലെ തന്നെ. അതിന് അദ്ദേഹം നമ്മൾ മെൻഡലിയേഫ് കൊടുത്ത അതേ പേരുകളാണ് മോസ്ലിയും കൊടുത്തത്. അതായത് ഈ ഹൊറിസോണ്ടൽ റോസിനെ അദ്ദേഹം പീരീഡ്സ് എന്ന് കൊടുത്തു, പീരീഡ്സ്. അതേപോലെ കുത്തനെയുള്ള കോളങ്ങളെ അദ്ദേഹം മെൻഡലിയേഫ് പറഞ്ഞതുപോലെ ഗ്രൂപ്പ്സ് എന്ന് പേര് കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ദർ ആർ 18 ഗ്രൂപ്പ്സ്, 18 ഗ്രൂപ്പുകളുണ്ട്, ആൻഡ് 7 പീരീഡ്സ്. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും അടങ്ങിയതാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അതിൽ താഴെയായിട്ട് 2 സെക്ഷൻ കാണാം. നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യും, എങ്ങനെയാണ് അവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ദർ ആർ 18 ഗ്രൂപ്പ്സ്. ഈ ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം പേരുകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ സാധാരണ പറയുന്ന പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആൽക്കലി മെറ്റൽസ്. സെക്കൻഡ് ഗ്രൂപ്പിനെ നമ്മൾ പറയുക ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ
എർത്ത് മെറ്റൽസ്. പിന്നെ നമ്മൾ തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള ഈ മൊത്തം എലമെൻസിനെയും നമ്മൾ പൊതുവെ പറയുന്ന പേരാണ്, തേർഡ് ഗ്രൂപ്പ് ടു 12th ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് 12th ഗ്രൂപ്പ് മുതൽ തേർഡ് ഗ്രൂപ്പ് മുതൽ 12th ഗ്രൂപ്പ് വരെയുള്ള മൊത്തം എലമെൻസിനെയും നമ്മൾ എന്ത് പറയുന്നു? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇനി 13th ഗ്രൂപ്പിന് നമ്മൾ സാധാരണ അതിൽ ഫസ്റ്റ് മെമ്പർ ബോറോൺ ആയതുകൊണ്ട് നമ്മളതിനെ ബോറോൺ ഫാമിലി എന്ന് പറയും. ബോറോൺ ഫാമിലി. 14th ഗ്രൂപ്പിനെ നമ്മൾ ഫസ്റ്റ് മെമ്പർ കാർബൺ ആയതുകൊണ്ട് അതിൻ്റെ പേര് കാർബൺ ഫാമിലി. 15th ഗ്രൂപ്പിൻ്റെ നമ്മൾ ഫസ്റ്റ് മെമ്പർ നൈട്രജൻ ആയതുകൊണ്ട് അതിൻ്റെ പേര് നൈട്രോജൻ ഫാമിലി. Similarly, 16th group is called oxygen family. 17th group is called halogens. 17th group നമ്മൾ സാധാരണ പറയുന്ന പേരാണ് ഹാലോജൻസ്. ആൻഡ് ദ ലാസ്റ്റ് ഗ്രൂപ്പ് 18th ഗ്രൂപ്പ്, അതിനെ നമ്മൾ സാധാരണയായിട്ട് 0th ഗ്രൂപ്പ് എന്നും പറയും. അതിൻ്റെ പേരാണ് നോബിൾ ഗ്യാസ് ഫാമിലി ഓർ ഇനേർട്ട് ഗ്യാസ് ഫാമിലി. ഇങ്ങനെ 18 ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ. ഇനി ഓരോ പീരീഡിനും പ്രത്യേകം പേരുകളൊന്നുമില്ല. ഇപ്പോൾ ഫസ്റ്റ് പീരീഡിൽ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. സെക്കൻഡ് പീരീഡിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, അങ്ങനെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ താഴോട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ 6ാമത്തെ പീരീഡിൽ ഇവിടെ 3ാമതായിട്ട് വരുന്ന ഒരു എലമെൻ്റാണ് ഈ ലന്താനം എന്ന് പറയുന്നത്. ആ ലന്താനം കഴിഞ്ഞ് വരുന്ന 14 എലമെൻസിനെ നമുക്കവിടെ കാണാൻ സാധിക്കില്ല. ആ എലമെൻസ് ആണ് അവിടെ നിന്ന് ഇങ്ങനെ മുറിച്ച് ഈ പീരിയോഡിക് ടേബിളിൻ്റെ ലാർജ് സെക്ഷൻ്റെ താഴെയായിട്ട് വരുന്നത്. ഈ ഫസ്റ്റ് റോയെ നമ്മൾ സാധാരണയായിട്ട് ലാന്തനോയിഡ്സ് എന്ന് പറയും. ലാന്തനോയിഡ്സ് ബിക്കോസ് ദീസ് എലമെൻറ്റ്സ് ആർ കമ്മിങ് ആഫ്റ്റർ ലന്താനം. 6ാം പീരീഡിലെ ലന്താനം എന്ന എലമെൻറ്റിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് ആണ് ലാന്തനോയിഡ്സ്. അതാണ് ഫസ്റ്റ് റോ, താഴെ കാണുന്ന ഫസ്റ്റ് റോ. ദെൻ 7th പീരീഡിലുള്ള ആക്ടീനിയം എന്ന് പറയുന്ന എലമെൻറ്റിന് ശേഷം വരുന്ന 14 എലമെൻ്റാണ് താഴെയുള്ള ഏറ്റവും അടിയിലുള്ള റോ ഉള്ളത്. അപ്പോൾ ആക്ടീനിയത്തിന് ശേഷം വരുന്നത് കൊണ്ട് നമ്മളതിനെ ആക്ടിനോയിഡ്സ് എന്ന് പറയും. അപ്പോൾ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. അപ്പോൾ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ട് ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗ്രൂപ്പുകൾ എത്രയുണ്ട്, പീരീഡുകൾ എത്രയുണ്ട്, ഓരോ ഗ്രൂപ്പിൻ്റെയും പീരീഡിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഈ ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ടേബിളിലെ ബ്ലോക്സ് എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിളിനെ ബ്ലോക്കുകളാക്കി മാറ്റിയിരിക്കുന്നത്? ഡിപ്പെൻഡിങ് അപ്പോൺ ദി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ഓർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ്, വി ക്യാൻ ക്ലാസിഫൈ ദി എലമെൻറ്റ്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ആസ് ബ്ലോക്സ്. ബ്ലോക്കുകളായിട്ടാണ് നമ്മൾ അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രധാനമായും 4 ബ്ലോക്കുകളാണുള്ളത്. 4 blocks. The first block is called S block elements. S block element. Second നമ്മൾ പറയുന്ന പേരാണ് P block. Third block എന്ന് പറയുന്നത് D block ആണ്. Fourth block ആണ് F block. ഇങ്ങനെ 4 ബ്ലോക്സ് ആണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, first 2 groups, that is the alkali metals and the alkaline earth metals, are called S block elements. അതായത് 1ാമത്തെ ഗ്രൂപ്പും 2ാമത്തെ ഗ്രൂപ്പും ചേർന്നതാണ് എന്ത്, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, ദേ ആർ മെറ്റൽസ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി എന്തുകൊണ്ടാണ് അവയ്ക്ക് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് അതിലുള്ള ആ ബ്ലോക്കിൽ വരുന്ന ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കിയാൽ അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പോയി ചേരുന്നത് ഒരു എസ് ഓർബിറ്റലിലായിരിക്കും.
ഏതെങ്കിലും ഒരു എസ് ഓർബിറ്റലിലാണ് അതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോണ് വന്നു ചേരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പുകളെയും എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കിയാൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ദേ ആർ ജനറലി highly reactive soft metals. Highly reactive ആണ്. Alkali metals and alkaline earth metals are highly reactive compared to other metals. മറ്റ് മെറ്റൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈലി റിയാക്റ്റീവ് ആണ്. മാത്രമല്ല അവ സോഫ്റ്റ് മെറ്റൽസ് ആണ്, വലിയ ഹാർഡായിട്ടുള്ളതല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, generally they show +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സാധാരണയായിട്ട് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കുന്നത് +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ്. അതിന് എക്സെപ്ഷൻ കേസാണ് ലിത്തിയം പോലെയുള്ള ചില എലമെൻറ്റ്സ്, ലിത്തിയം ബെറിലിയം പോലെയുള്ള ചില എലമെൻറ്റ്സ് എക്സെപ്ഷൻ കേസസ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും പൊതുവെ ഒന്നാം ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഒക്കെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. രണ്ടാം ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ഒക്കെ പൊതുവെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ഇനി അതിൻ്റെ മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ദേ ആർ ഹൈലി റിയാക്റ്റീവ് സോഫ്റ്റ് മെറ്റലാണ്, ദേ ഷോ +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നും പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം, ദേ ഷോ വേർട്ടിക്കൽ സിമിലാരിറ്റീസ്. നമ്മൾ സാധാരണയായിട്ട് പറയുന്നതാണ്, ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, തൊട്ട് താഴെ വരുന്ന എലമെൻറ്റുമായിട്ട് ചില സിമിലാരിറ്റീസ് കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു സിമിലാരിറ്റീസ് നമുക്ക് എസ് ബ്ലോക്കിൽ കാണാൻ സാധിക്കും. സോ വി ക്യാൻ സേ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഷോ വേർട്ടിക്കൽ സിമിലാരിറ്റീസ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ജനറലി ദേ ഹാവ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്, അതായത് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും വളരെ താഴ്ന്നതായിരിക്കും. ആരുടെ കേസിൽ? എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ. നമുക്ക് എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എസ് ബ്ലോക്കിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, NS122. NS122 എന്നാണ് എന്തിൻ്റെ എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ നമ്മൾ നോക്കുക, പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. സോ ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 4s1 എന്നായി മാറും. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു നാലാമത്തെ ഷെല്ലിൻ്റെ നാലാമത്തെ ഷെല്ലിൻ്റെ എസ് ഓർബിറ്റലിലേക്കാണ് എന്ത് പോകുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് എലമെൻറ്റിൻ്റെയും പരിശോധിച്ചാൽ എസ് ബ്ലോക്കിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ബ്ലോക്കായ പി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ്. പി ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും വലത്തേ സൈഡിൽ വരുന്ന പോർഷനാണ് എന്ത്, പി ബ്ലോക്ക് എലമെൻസ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 13th ഗ്രൂപ്പ് മുതൽ 18th ഗ്രൂപ്പ് വരെയുള്ള മുഴുവൻ എലമെൻസിനെയും നമ്മൾ പറയുന്നൊരു പേരാണെന്ത്, പി ബ്ലോക്ക് എലമെൻസ്. ദേ ഹാവ് എ general electronic configuration NS2NP126. NS2NP126 ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വരുന്ന ഫസ്റ്റ് എലമെൻറ്റ് ബോറോണിൻ്റെ നമ്മൾ എഴുതിയാൽ, ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. നമുക്ക് 1s2 2s2 2p1 നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് NS2NP1 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പിൻ്റെ എങ്ങനെ വരും, NS2NP2 വരും, നെക്സ്റ്റ് ഗ്രൂപ്പ് NS2NP3, അങ്ങനെ അവസാനം NS2NP6 വരും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2NP126 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിന് പി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവസാന ഇലക്ട്രോൺ പോകുന്നത് പി സബ്ഷെല്ലിലേക്കാണ്, അല്ലേ, പി ഓർബിറ്റലിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പി ബ്ലോക്ക് എലമെൻസിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ദേ കണ്ടെയ്ൻ മെറ്റൽസ്, non-metals and metalloids.
അപ്പോൾ പി ബ്ലോക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് എലമെൻസിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മെറ്റൽസ് കാണാൻ സാധിക്കും. എക്സാമ്പിൾ അലൂമിനിയം, ഗാലിയം പോലെയുള്ളത് ഒക്കെ എന്താണ്, ടിന്ന്, ലെഡ്, ഇതൊക്കെ എന്താണ്, മെറ്റൽസ് ആണ്. ഇനി നോൺ മെറ്റൽസ് കാണാൻ സാധിക്കും. ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഇതൊക്കെ എന്താണ്, നോൺ മെറ്റൽസ് ആണ്. ഇനി മെറ്റലോയിഡ്സും കാണാൻ സാധിക്കും. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള എലമെൻസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് മെറ്റലോയിഡ്സ് എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ബോറോൺ, സിലിക്കൺ, ജർമേനിയം, ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ ഈ പി ബ്ലോക്ക് നമ്മൾ നോക്കിയാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പി ബ്ലോക്ക് കണ്ടെയ്ൻ മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അത് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പി ബ്ലോക്ക് കണ്ടെയ്ൻ സോളിഡ് എലമെൻറ്റ്സ്. സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് കാണാം, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് കാണാം, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള എലമെൻസും നമുക്ക് കാണാം. അതായത് 3 ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് അടങ്ങുന്നതാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇപ്പോൾ സോളിഡ് എലമെൻറ്റ്സിന് എക്സാമ്പിളാണ് കാർബൺ, ബോറോൺ, അലൂമിനിയം, ഇങ്ങനെയുള്ള എക്സാമ്പിൾ. ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് ബ്രോമിൻ, അതുപോലെ ഗാലിയം. ഗാലിയം നമ്മൾ ഒരു 36 ടെമ്പറേച്ചറിന് മേലെയൊക്കെ 37 ടെമ്പറേച്ചറിന് മേലെ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള നമ്മൾ നോക്കിയാൽ അതാണ് നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, ഓൾ നോബിൾ ഗ്യാസസ് എക്സെട്ര ആർ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ 3 ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് അടങ്ങുന്നതാണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എലമെൻസിൻ്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകും തോറും ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതായത് ഈ ഗ്രൂപ്പ് നമ്മൾ ഈ പി ബ്ലോക്ക് എടുത്താൽ ഇവിടുന്ന് വലത്തോട്ടേക്ക് പോകുന്തോറും എലമെൻസിൻ്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് വരുന്നു. നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഓക്കെ, നമ്മൾ സെക്കൻഡ് പീരീഡിൻ്റെ കേസ് എടുത്താൽ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇങ്ങനെ നോക്കുമ്പോൾ ബോറോണെന്ന്, കാർബണെന്ന്, നൈട്രജൻ അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ഇതാണ് അടുത്തൊരു പോയിന്റ്. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ജനറലി ഫോം അയോണിക് ആൻഡ് കോവാലന്റ് ബോണ്ട്സ്. അയോണിക് ബോൺസും കോവാലന്റ് ബോൺസും ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? പി ബ്ലോക്ക് എലമെൻസിനുണ്ട്. ചില എലമെൻറ്റ്സ് അയോണിക് കോമ്പൗണ്ട്സും അതുപോലെ തന്നെ കോവാലന്റ് കോമ്പൗണ്ട്സും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഈ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഓക്സൈഡ്സ് സാധാരണയായി ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നാച്ചർ. ഈ പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഓക്സൈഡ്സിന് എന്ത് സ്വഭാവമായിരിക്കും? അസിഡിക് ക്യാരക്ടർ ആയിരിക്കും, അസിഡിക് ഇൻ നാച്ചർ ആയിരിക്കും. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദേ ഹാവ് എ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP1 to 6. Okay, they contain P block element contain metals, non-metals and metalloids. സോളിഡ്, ലിക്വിഡ്, ഗ്യാഷ്യസ്, ഇങ്ങനെ 3 ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള എലമെൻറ്റ്സ് എവിടെ ഉണ്ട്? പി ബ്ലോക്കിലുണ്ട്. അതുപോലെ അതിൻ്റെ നോൺ മെറ്റാലിക് ക്യാരക്ടർ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകും തോറും എന്ത് ചെയ്ത് വരുന്നു? ഇൻക്രീസ് ചെയ്ത് വരുന്നു. അയോണിക് ആൻഡ് കോവാലന്റ് ബോൺസ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? പി ബ്ലോക്ക് എലമെൻസിനുണ്ട്. പി ബ്ലോക്ക് എലമെൻസിൻ്റെ ഓക്സൈഡ്സ് പൊതുവെ എന്താണ്? അസിഡിക് ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എസ് ബ്ലോക്ക് എലമെൻസും ഈ പി ബ്ലോക്ക് എലമെൻസും കൂടി നമ്മൾ സാധാരണ പറയുന്ന പേര് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്നാണ്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എന്ത് ചെയ്യുന്നു? എലമെൻസ് കമ്പൈൻ ചെയ്ത് ഇലക്ട്രോൺ നേടുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയോ ചെയ്ത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അങ്ങനെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഈ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻസിനെ നമ്മൾ സാധാരണയായിട്ട് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പോയിന്റ് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. പീരിയോഡിക് ടേബിളിലെ അടുത്തൊരു ബ്ലോക്കാണ് ഡി ബ്ലോക്ക്. ഡി ബ്ലോക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇൻ ബിറ്റ്വീൻ വരുന്ന കുറേ എലമെൻസ് ഉണ്ട്. ആ എലമെൻസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. അതായത് എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിൽ വരുന്ന, കറക്റ്റായിട്ട് പറഞ്ഞാൽ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ
12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മുഴുവൻ എലമെൻസിനെയും നമ്മൾ പൊതുവെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അതിനെന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇങ്ങനെ എഴുതും: NS1 to 2 N-1 D1 to 10. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ നമുക്ക് സ്കാൻഡിയം തന്നെ എടുത്താൽ, സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. സോ ആർഗൺ 4s2 3d1 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 4ാമത്തെ ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിനെ അതിൻ്റെ ഉള്ളിലുള്ള ഷെല്ലിൻ്റെ, അതായത് തേർഡ് ഷെല്ലിൻ്റെ ഡി സബ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ പോയി ചേരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഷെല്ലിനെ, ഏറ്റവും പുറമേ ഉള്ളതിനും ഉള്ളിലുള്ള ഷെല്ലിനെ നമ്മൾ സാധാരണ പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ് പറയുക. പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റ് ഷെൽ. ഈ പെനൾട്ടിമേറ്റ് ഷെല്ലിൻ്റെ ഡി സബ് ഷെല്ലിലേക്കാണ് അവസാന ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്കിനെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് പരിശോധിച്ചാൽ, ഒന്നാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, ദേ ആർ ജനറലി ഹാർഡ് മെറ്റൽസ്. ഹാർഡ് മെറ്റൽസ് ആണ്, അത് കാഠിന്യമുള്ള ലോഹങ്ങളാണ്. സോ ദേ ഹാവ് എ ഹൈ ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്. മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടിയ എലമെൻറ്റ്സ് ആണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ദേ ആർ ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ മെറ്റൽസ് ഓർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സിനെ നമ്മൾ പൊതുവേ പറയുന്ന പേരാണ് എന്ത്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. മൂന്നാമതൊരു പ്രോപ്പർട്ടി, ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നു. ജനറലി ഇപ്പോൾ ഒരേ എലമെൻറ്റിന് തന്നെ പല കോമ്പൗണ്ടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മൾ കാണാൻ സാധിക്കുക. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ജനറലി ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. നാലാമത്തെ ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. കളേർഡ് കോമ്പൗണ്ട്സ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് ആസ് വെൽ ആസ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. കോംപ്ലക്സ് കോമ്പൗണ്ട്സ്. കളേർഡ് കോമ്പൗണ്ട്സും കോംപ്ലക്സ് കോമ്പൗണ്ട്സും ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഡി ബ്ലോക്ക് എലമെൻസിന് ഉണ്ട്. അഞ്ചാമത്തെ പ്രത്യേകത നമുക്ക് എന്താ, ദേ ഹാവ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ്. പല ഇൻഡസ്ട്രികളിലും പല റിയാക്ഷൻസിലും നമ്മൾ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ എന്തായിരിക്കും, ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻ ദി ഹാബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ആ പ്രിപ്പറേഷനിൽ സ്പോഞ്ചി അയേൺ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് കോണ്ടാക്ട് പ്രോസസ്സ്. കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ്. ആ കോണ്ടാക്ട് പ്രോസസ്സിൽ വനേഡിയം പെൻഡോക്സൈഡ് എന്ന് പറയുന്നൊരു ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ കോമ്പൗണ്ടാണ് നമ്മൾ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പൊതുവെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞു. അടുത്തൊരു ബ്ലോക്കാണ് എഫ് ബ്ലോക്ക്. നമ്മളെ പീരിയോഡിക് ടേബിളിലുള്ള അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് എഫ് ബ്ലോക്ക്. ഈ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ബോട്ടം പാർട്ടിൽ വരുന്ന, പീരിയോഡിക് ടേബിളിൻ്റെ അടിഭാഗത്ത് വരുന്ന ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്, ഈ രണ്ട് എലമെൻസിനെയാണ് നമ്മൾ പൊതുവെ, ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് എലമെൻസിനെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ക്ലാസ് ഓഫ് എലമെൻസിനെയാണ് നമ്മൾ സാധാരണ എഫ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. ദേ ഹാവ് എ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 N-1 D1 to 10 N-2 F1 to 14. ഇതാണ് അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏറ്റവും പുറമേയുള്ള ഷെല്ല് എന്ന് പറയുന്നത് NS2 ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഷെല്ലാണ് N-1 D. അതിൻ്റെ ഉള്ളിലുള്ള ഷെല്ലാണ് N-2 എന്ന് പറയുന്നത്. അതിൻ്റെ എഫ് സബ് ഷെല്ലിലാണ് എന്ത് പോകുന്നത്, അവസാനത്തെ ഇലക്ട്രോൺ പോയിട്ട് ഫില്ലാവുന്നത്. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളതിനും ഉള്ളിലുള്ളതിനെ നമ്മൾ സാധാരണയായിട്ട്
ആൻറ്റി പെനൾട്ടിമേറ്റ് എന്ന് പറയും. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. ഓക്കെ, അപ്പോൾ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിൻ്റെ എഫ് സബ് ഷെല്ലിലേക്കാണ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ കോൾഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. ഈ എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിയാൽ അത് ആക്ച്വലി എവിടെയാണ് വരേണ്ടത്? ആക്ച്വലി അപ്പോൾ വരേണ്ടത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് എഫ് ബ്ലോക്ക് എലമെൻസിനെ ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് എന്നും പറയും. ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് എന്നും പറയും. നേരത്തെ നമ്മൾ ഡി ബ്ലോക്കിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെൻസ് ഓൾസോ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഈ എഫ് ബ്ലോക്ക് എലമെൻസും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ദേ ഓൾസോ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ആക്ടിനോയിഡ്സ് നമ്മൾ പരിശോധിച്ചാൽ അതിൽ ഭൂരിഭാഗവും സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ എലമെൻസ് ആണ്. കൂടാതെ അവയൊക്കെ എന്താണ്? അധികവും എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെൻസ്. ഈ ആക്ടിനോയിഡ്സിൻ്റെ കേസിൽ നമ്മൾ പരിശോധിച്ചാൽ ഭൂരിഭാഗവും എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെൻസ് ആണ്. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ബ്ലോക്സ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. 4 ബ്ലോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. നമ്മൾ ഒന്നും കൂടി ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും വലത്തേ സൈഡിൽ വരുന്ന 2 ഗ്രൂപ്പുകൾ, 1 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അതിന് നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയും. ഏറ്റവും ഇടത്തേ അറ്റത്ത് വരുന്ന 1, 2, 3, 4, 5, 6 ഗ്രൂപ്പുകൾ, അവയെ നമ്മൾ എന്ത് പറയുന്നു? പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഇതിൻ്റെ 2ന് ഇടയിൽ വരുന്ന ഗ്രൂപ്പുകളെ നമ്മൾ എന്ത് പറയുന്നു? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ താഴെ വരുന്ന ഈ 2 സെക്ഷനിലുള്ള 2 നിരകളെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഈ പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ള പോയിന്റുകൾ.